ഇടുക്കി മുനിയറയിൽ വയോധികയെ വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിൽ പൂട്ടി. കല്ലേപ്പുളിക്കൻ വീട്ടിൽ പങ്കജാക്ഷിയാണ് മകൻ സുരേഷ് പുറത്താക്കിയത്. മകനും ഭാര്യയും വീട് താഴിട്ട് പൂട്ടി സ്ഥലം വിട്ടിരിക്കുകയാണ്. വീടും സ്വത്തും കൈക്കലാക്കിയ മകൻ തന്നെ പുറത്താക്കി എന്നാണ് പങ്കജാക്ഷി നേരത്തെ പരാതി നൽകിയത്. അമ്മയെ സംരക്ഷിക്കണമെന്ന സബ് കളക്ടറുടെ ഉത്തരവും സുരേഷ് അനുസരിച്ചില്ല. 2 ദിവസമായി വീടിന് പുറത്ത് ഇരിക്കുകയാണ് പങ്കജാക്ഷി അമ്മ. രാഹുൽ സുരേഷ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. രാഹുൽ സുരേഷ്, ആദ്യം തന്നെ അറിയേണ്ടത്, പങ്കജാക്ഷി അമ്മ എന്തെങ്കിലും കഴിച്ചോ? ഭക്ഷണം എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞായിരുന്നോ? സുജയ പാർവതി, 2 ദിവസമായി മകന്റെ ക്രൂരത മൂലം ഒരു വീടിന് പുറത്തിരിക്കുകയാണ് അമ്മ. നമുക്ക് അമ്മയോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. മുനിയറ സ്വദേശിയായിട്ടുള്ള പങ്കജാക്ഷിയാണ് മകന്റെ ക്രൂരത മൂലം വീടിന് പുറത്ത് നിൽക്കുന്നത്. 2 ദിവസമായി പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയാണ് സബ് കളക്ടറുടെ ഉത്തരവുമായി അമ്മ ഈ വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ മകൻ ഇതുവരെയും ഫോൺ എടുത്തിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വീട് പൂട്ടിയ നിലയിലാണ്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എവിടെയാണെന്ന് പോലും അറിയത്തില്ല. സബ് കളക്ടറുടെ ഉത്തരവുണ്ട്, ഈ അമ്മയെ വീട്ടിൽ കയറ്റിയ ശേഷം സംരക്ഷിക്കണ ഉത്തരവുണ്ട്. ആ ഉത്തരവ് പോലും വകവെക്കാതെ മകൻ ഫോൺ പോലും എടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ, എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം? ഒന്നും അറിയത്തില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അവൻ ഇന്ന് വന്ന് തുറന്ന് തരും സാറേ. അവനൊരു കുഴപ്പം വരാനും അത് എന്താ സംഭവിച്ചേ? അമ്മനെ പുറത്താക്കുമായിരുന്നോ ചെയ്തേ? ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ എന്താ വീട് പൂട്ടിയ നിലയിലായിരുന്നോ? വീട് പൂട്ടി അന്നത് പേരെ ഒന്ന് ശരിയാക്കാനായിട്ട് എന്നോട് 10 ദിവസത്തേനോ മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പെമ്മക്കളുടെ അടുത്തോട്ടൊക്കെ പോയതായിരുന്നു. എന്നുവെച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് പോയതെന്നാ? 6 മാസമായിരുന്നോ? അതെ. എന്നിട്ട് ഇപ്പൊ വന്നപ്പോ വീട് പൂട്ടിയ നിലയിലായിരുന്നു? അല്ല, വന്നപ്പം കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് എപ്പോഴാ ഈ വീട് പൂട്ടിയത്? ഇന്നലെയാണോ വീട് പൂട്ടിയത്? ഇപ്പൊ ഈ വീട്ടിൽ തന്നെ താമസിക്കണം എന്നാണോ അമ്മയ്ക്ക്? അതെ, എനിക്ക് ഇവിടെ താമസിക്കണം. മറ്റു മക്കളുടെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ ഇവിടെ അച്ഛൻ മരിച്ചിട്ട് അച്ഛനെ അടക്കിയേക്കുന്നത്? എനിക്ക് ഇവിടെ താമസിക്കണം. ഈ വീട്ടിൽ എന്റെ വീടാണ് ഇത്. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്ഥലവും എല്ലാം. എന്നിട്ട് ഇപ്പൊ എന്താ ലാസ്റ്റ് സംഭവിച്ച? ഈ വീടും സ്ഥലമൊക്കെ മകൻ എഴുതി വാങ്ങിയോ? അമ്മയ്ക്ക് സംസാരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് സുജയ. നമുക്ക് ഇവിടുത്തെ മറ്റൊരു മകൻ കൂടിയുണ്ട്. ഈ മകൻ്റെ മറ്റു മക്കളുടെ കൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം താമസിച്ചുകൊണ്ടിരുന്നത്. എന്താ ഇപ്പം അമ്മയ്ക്ക് എന്താണ് സംഭവം? ഇപ്പം ഞങ്ങൾ സബ് കളക്ടറുടെ ഉത്തരവായിട്ട് ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്നിരുന്നതിന് ശേഷം അന്നേരം വന്നു കഴിഞ്ഞപ്പോൾ വീട് പൂട്ടിയിട്ടേക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റാതെ വന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഇന്ന് സബ് കളക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും 2 മണിക്കൂറിനകമായിട്ട് വീട് തുറന്ന് തന്നേക്കാം എന്ന് ആണ് അവിടെ സബ് കളക്ടറുടെ അടുത്ത്. അവിടെ അറിയേണ്ട ഒരു കാര്യം രാഹുൽ സുരേഷ്, നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ സുരേഷ്, അത് മൂത്ത മകനാണോ? സുരേഷും ഭാര്യയും ഈ സ്വത്ത് അല്ലെങ്കിൽ ഈ വീട് അത് അവരുടെ പേരിലേക്ക് അമ്മയിൽ നിന്ന് എഴുതി വാങ്ങിയതാണോ? ആ മകനോടൊന്ന് ചോദിക്കാം. അനിയനാണോ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് സുരേഷിന്റെ? സുരേഷ് ഇപ്പോൾ മൂത്ത മകനാണോ ഇളയ മകനാണോ? ഏറ്റവും ഇളയ മകനാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഒരാളുണ്ട്, പുള്ളി ഗുരുതരം. എത്ര മക്കളാ? ഞങ്ങൾ 5 മക്കൾ. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കില്ലേ അമ്മ? ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. അമ്മയ്ക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ വരണം. അമ്മയുടെ ഇത്ര നാളും ജീവിച്ച് വന്ന ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് പോകണം. അയൽപ്പക്കാരെ കാണാം, അമ്മയുടെ ബന്ധുക്കളെ കാണണം. ഒക്കെ അങ്ങനെ ഒരു ചില പ്രശ്നങ്ങൾ, അമ്മയുടെ മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എന്നാണ് അമ്മ വീട് വിട്ട് ഇറങ്ങിയത്? ജനുവരി മാസം 13-ാം തീയതിയാണ് പോയത്. ഇന്നലെയാണോ തിരിച്ചു വരുന്നത്? അതിനിടയ്ക്ക് ഒരു ദിവസം വന്നായിരുന്നു. ഒരു ദിവസം വന്ന് അമ്മ ഇവിടെ അച്ഛൻ്റെ ചിതയിൽ പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് അമ്മ വരയ്ക്കാത്തേട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അനിയൻ്റെ ഭാര്യ ഷിജി അമ്മേനെ പിടിച്ച് തള്ളുകയും കയ്യെ പിടിച്ച് വലിച്ച് റോഡിലാക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇടപെട്ട് അത് കഴിഞ്ഞ ശേഷമാണ് RDOക്ക് പരാതിക്ക് പോയത്. അങ്ങനെ വന്നു കഴിഞ്ഞ ശേഷം ആദ്യ പരാതി ഞങ്ങൾക്ക് അനുകൂലമായിട്ട്, അമ്മയ്ക്ക് അനുകൂലമായിട്ട് അന്ന് സംസാരിച്ചു. ഇപ്പോൾ ഞങ്ങൾക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്, വീട്ടിൽ കയറി താമസിക്കാം, അമ്മയ്ക്ക് ഈ വീടിൻ്റെ ഒരു ഭാഗത്ത് താമസിക്കാം, സംരക്ഷണമൊന്നും പറഞ്ഞിട്ടില്ല. അതിനാവശ്യമായ സൗകര്യം ഇളയ മകൻ ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ഓർഡറിനകത്ത് വന്നിരിക്കുന്നത്. സുജയ പാർവതി, സബ് കളക്ടറുടെ ഉത്തരവുണ്ട്. അതായത് ഇതൊരു 2 നില വീടാണ്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ അമ്മയെ താമസിക്കണം, അതിനുശേഷം ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. നമ്മൾ സബ് കളക്ടറായി സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് സുരേഷ് ഈ സബ് കളക്ടറുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസർ കൂടിയാണ്. അപ്പോൾ ഓഫീസിൽ വിളിച്ചു പറഞ്ഞ അനുസരിച്ചാണ് ഇന്ന് രാവിലെ. വനംവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനാണോ? വനംവകുപ്പിൽ സ്ഥിര ജോലിക്കാരനാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വനമന്ത്രിയെ കൂടി ഇക്കാര്യം അറിയിക്കണമല്ലോ. കാരണം ഒരു വകുപ്പിൽ ഒരു സർക്കാർ ജീവനക്കാരനായ ഒരാൾ സ്വന്തം അമ്മയോട് ഈ ക്രൂരത കാണിക്കുകയാണെങ്കിൽ എവിടെ, ഏത്? കല്ലാർ ഫോറസ്റ്റ് ഓഫീസറാണ്.
സുജയ പാർവതി കല്ലാറിലെ ഫോറസ്റ്റ് ഓഫീസിലെ ഫോറസ്റ്റ് ഓഫീസറാണ് സുരേഷ് എന്നാണ് പറയുന്നത്. ആ സുരേഷാണ് ഇന്ന് രാവിലെ സബ് കളക്ടർ ഓഫീസിലെത്തി തന്റെ അമ്മയെ 2 മണിക്കൂറിനുള്ളിൽ ഈ വീട്ടിൽ കയറ്റിക്കൊള്ളാമെന്ന് രേഖാമൂലം എഴുതി കൊടുത്തത്. ഇപ്പോൾ സമയം 4:10 അത് കഴിഞ്ഞിട്ട് എത്ര 2 മണിക്കൂർ കഴിഞ്ഞു? ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. രാഹുൽ, ആ അമ്മയ്ക്ക് ആ വീട്ടിൽ താമസിക്കാനായി അനുകൂലമായ ഒരു സർക്കാർ ഉത്തരവുണ്ട്. എന്നിട്ടും മകൻ എന്തുകൊണ്ട്, ഒരു സർക്കാർ ജീവനക്കാരനായ മകൻ എന്തുകൊണ്ട് ഈ ക്രൂരത കാണിക്കുന്നു? അമ്മയ്ക്ക് മറ്റു മക്കളുണ്ട്, അവർക്കൊപ്പം പോയി താമസിക്കാം. പക്ഷെ അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ കൂടി വീട്. അമ്മ പറയുന്നത് കേൾക്കാം. എന്താ അമ്മ അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യായിരുന്നോ? ഒരു പ്രാവശ്യം മുറ്റത്തോട്ട് തള്ളിയൊക്കെ ഇട്ടു. എന്താന്ന് അമ്മ പറഞ്ഞോ? അമ്മയ്ക്ക് വീട്ടിൽ കയറി താമസിക്കേണ്ടതല്ലേ? മർദ്ദിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ മർദ്ദിക്കുന്നൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്രാവശ്യം തുണി കൂടുതലെല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് വഴിയിലോട്ട് എറിഞ്ഞു അങ്ങനെ ചെയ്തോളൂ.